നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെക്കുന്ന ഗവർണർമാരുടെ നടപടിക്ക് പൂർണ്ണമായും തടയിട്ട് സുപ്രീംകോടതി വിധി. ബില്ലുകളിൽ തീരുമാനം വൈകിപ്പിക്കാൻ ഗവർണർക്ക് വിവേചനാധികാരം ഇല്ലെന്ന് സുപ്രീംകോടതി. തമിഴ്നാട് ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ്. അസിത, തമിഴ്നാട് നിയമസഭ പാസാക്കിയിട്ടുള്ള 10 ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് സുപ്രീം കോടതി ഈ കേസിൽ ഇടപെട്ടത്. ഗവർണറുടെ നടപടി ഭരണഘടന വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി ബില്ലുകൾ പരിഗണിക്കുന്നതിൽ, ബില്ലുകളിൽ നടപടി സ്വീകരിക്കുന്നതിൽ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയെടുക്കുന്ന ബില്ലുകളിൽ 1 മാസത്തിനകം തന്നെ ഗവർണർ തീരുമാനമെടുക്കണം. അതോടൊപ്പം ഈ നിയമം ബില്ല് പിടിച്ചുവെക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് തീരുമാനമെങ്കിൽ അത് 3 മാസത്തിനകം അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അനുച്ഛേദം 200 അനുസരിച്ച് ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിന് ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്നും ജസ്റ്റിസുമാരായിട്ടുള്ള ജബി പർദേവാല, അതോടൊപ്പം ആർ മഹാദേവൻ എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് സർക്കാരിനും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തമിഴ്നാട് ഗവർണർ NR രവിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഭരണഘടന നന്നായാൽ പോലും അത് നടപ്പിലാക്കുന്ന ആളുകൾ ശരിയല്ലെങ്കിൽ മോശമാണ് എന്ന അംബേദ്കറുടെ വചനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. ജനങ്ങളുടെ ക്ഷേമത്തിനായി വേണ്ടിയാണ് സർക്കാരുകൾ നിയമം കൊണ്ടുവരുന്നത്. അത് തടഞ്ഞു വെക്കാൻ ആർക്കും അവകാശമില്ല. പ്രത്യേകിച്ചും ഗവർണർ തടഞ്ഞു വെക്കുന്നതിൽ അത് ശരിയല്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വികസനത്തിനും അതോടൊപ്പം മറ്റു കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിക്കുന്ന ഗവർണർമാരുടെ നടപടികൾ അത് സ്വീകാര്യമല്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്തായാലും ഗവർണർമാരുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ പോരാട്ടം ചെയ്യുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്നത് തന്നെയാണ് ഈ വിധി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് CPIM പോളിറ്റ് ബ്യൂറോവും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിധി ചരിത്രപരമാണെന്നും അതോടൊപ്പം ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗവർണർമാരെ നേരിടുന്നതിനും അത്തരത്തിൽ ഈ നിയമ പോരാട്ടത്തിന് ശക്തി നൽകുന്നതുമായ ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നും CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. എന്തായാലും ഈ ബില്ലിനെതിരെ ശക്തമായ ഗവർണർമാരുടെ ഇത്തരം നടപടികൾക്കെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി ഈ കേസിൽ ഇടപെട്ടത്. അസിത.